എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂൺ 9-ാം തീയതിയും തുടർന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നാളെ സംസ്ഥാനത്ത് റെഡ് അലേർട്ടും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിലെ മഴ മുന്നറിയിപ്പും അവധി അറിയിപ്പുകളുമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. നാളെ ജൂൺ 9-ാം തീയതി കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് എന്നീ ജില്ലകളിൽ റെഡ് അലർട്ടും വയനാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച മുഴുവൻ ജില്ലകളിലും അതായത് ജില്ലാ കലക്ടർമാർ, അതായത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് എന്നീ 3 ജില്ലകളിലും ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജുകൾ, അംഗനവാടികൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഈ 3 ജില്ലകളിൽ അവധിയായിരിക്കും. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് സന്തോഷ വാർത്ത. സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആദ്യ ഗ്യാരണ്ടി നടപ്പിലാകുകയാണ്. 5 ദിവസങ്ങൾക്കിപ്പുറം സൗജന്യ യാത്രയുമായിട്ട് KSRTC ബസ്സിൽ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും യാത്ര ചെയ്യാൻ കഴിയും. ആദ്യഘട്ടത്തിൽ 100 ദിവസത്തേക്ക് ഓർഡിനറി ബസ്സിലാണ് യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം സംസ്ഥാനത്തെ മുഴുവൻ KSRTC ബസ്സുകളിലേക്കും ഇത് വ്യാപിപ്പിച്ചേക്കും എന്നുള്ളതാണ് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ്: സ്വകാര്യത മാനിക്കാതെ ദൃശ്യങ്ങൾ പകർത്തിയാൽ ഇനി നടപടി സ്വീകരിക്കുമെന്ന് കേരള പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം നടൻ സലീം കുമാർ മരണപ്പെട്ടപ്പോൾ ആ വീട്ടിലേക്ക് ക്യാമറയുമായും മൊബൈൽ ഫോണുമായും തള്ളിക്കേറിയ മനസാക്ഷിയില്ലാത്ത കുറെ എണ്ണം അവിടെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു. സ്വന്തം അച്ഛൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ പോലും സ്വസ്ഥമായൊന്ന് കരയാൻ പോലും സമ്മതിക്കാതെ ഇക്കൂട്ടർ നടത്തിയിട്ടുള്ള ആഭാസത്തിനെതിരെ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ കേരള പോലീസും ആഭ്യന്തര വകുപ്പും തയ്യാറെടുത്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്: സ്ത്രീ സുരക്ഷാ പെൻഷൻ വീണ്ടും ലഭിക്കും. ക്ഷേമ പെൻഷനോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനും സർക്കാർ വീണ്ടും തുടങ്ങും എന്നുള്ള വിവരമാണുള്ളത്. ഈ മാസം 19-ന് ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇതിനുവേണ്ടി പ്രത്യേകം ഫണ്ട് മാറ്റിവെക്കും എന്നുള്ളതാണ് വിവരം. ഓരോ മാസവും സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ വിതരണം ചെയ്യാൻ വേണ്ടി വരുന്നത് 300 കോടി രൂപയാണ്. ഫെബ്രുവരിയിലും മാർച്ചിലും LDF സർക്കാർ വിതരണം ചെയ്തു എങ്കിലും LDF സർക്കാരിന്റെ തന്നെ കാലമായിട്ടുള്ള ഏപ്രിൽ മാസത്തിൽ ഇതിന്റെ വിതരണം ഉണ്ടായില്ല. മെയ് 9 വരെ LDF സർക്കാർ തന്നെയായിരുന്നു ഭരിച്ചിരുന്നത്. ആ സമയത്തും ഇതിന്റെ വിതരണ നടപടികളും സ്വീകരിച്ചില്ല. അതിനുശേഷം പദ്ധതി നിന്നു പോവുകയായിരുന്നു. വീണ്ടും പുതിയ സർക്കാർ ഇത് തുടങ്ങിയേക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സൈറ്റ് നേരത്തെ തടസ്സപ്പെട്ടിരുന്നത് ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ട്. ഇനിയും അപേക്ഷ നൽകാത്ത BPL റേഷൻ കാർഡിലെ 35-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ ഉണ്ട് എങ്കിൽ അപേക്ഷ നൽകണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം പ്ലാസ്റ്റിക് നോട്ടുകൾ ഇറക്കാൻ കേന്ദ്രം തീരുമാനിച്ചു. പോളിമർ പ്ലാസ്റ്റിക് കറൻസികൾ മുമ്പ് ആലോചിച്ചിരുന്നു എങ്കിലും അത് ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്ത് പോളിമർ പ്ലാസ്റ്റിക് നോട്ടുകൾ വീണ്ടും അവതരിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കൂടുതൽ ഈടുനിൽക്കുന്നതും സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ ഈ നോട്ടുകൾ അച്ചടിക്കാനുള്ള ആലോചന നോട്ട് അച്ചടിയുടെ ചിലവ് കുറയ്ക്കാൻ സഹായിക്കും എന്ന വിലയിരുത്തലും ഉണ്ട്. ആദ്യഘട്ടത്തിൽ 10-20 നോട്ടുകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പുറത്തിറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാജ്യത്തെ കറൻസിയുമായി ബന്ധപ്പെട്ട് വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഒരു പതിറ്റാണ്ടിന് മുമ്പ് പാതി വഴിയിൽ ഉപേക്ഷിച്ച പദ്ധതിയാണ് തിരികെ പൊടിതട്ടി എടുത്ത് അണിയറയിൽ നീക്കം തുടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചതായി റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ വിനിമയം ചെയ്യപ്പെടുന്നതും പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കുന്നതുമായിട്ടുള്ള 10-20 നോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പോളിമർ രൂപത്തിൽ പുറത്തിറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്താണ് പോളിമർ നോട്ടുകൾ എന്ന് പല ആളുകൾക്കും സംശയമുണ്ടാകും. സാധാരണ പേപ്പർ നോട്ടുകൾ കോട്ടൺ, ലിനൻ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് എങ്കിൽ പോളിമർ നോട്ടുകൾ നിർമ്മിക്കുന്നത് BOPP എന്ന പ്രത്യേക തരം പ്ലാസ്റ്റിക് ഫിലിം ഉപയോഗിച്ചാണ്. സാധാരണ നോട്ടുകളെ പോലെ തന്നെ ഭാരക്കുറവുള്ളതും മടക്കാൻ
കഴിയുന്നതുമായിരിക്കും ഇവ. ഇതിലേക്ക് മാറുമ്പോഴുണ്ടാകുന്ന നേട്ടങ്ങൾ കൂടുതൽ കാലം ഈട് നിൽക്കും എന്നുള്ളതാണ്. പേപ്പർ നോട്ടുകളേക്കാൾ 2 മുതൽ 4 മടങ്ങ് വരെ കൂടുതൽ കാലം ഇവ കേടുപാടുകൾ കൂടാതെ ഇരിക്കും. സാധാരണ നോട്ടുകൾ 1.5-2 വർഷം കൊണ്ട് നശിക്കുമ്പോൾ പോളിമർ നോട്ടുകൾ 7 വർഷത്തിലധികം ഈട്. ആദ്യടക്കം കൊച്ചി അടക്കമുള്ള 5 പട്ടണങ്ങളിലാണ് ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കുക. രാജ്യത്തെ വിവിധ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടണങ്ങളെ തിരഞ്ഞെടുത്തത്. രാജ്യത്തിലുടനീളം 10 ബില്യൺ മൂല്യം വരുന്ന നോട്ടുകളാണ് ഇറക്കുക. 10-20 രൂപയുടെ നോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ ഇറക്കുന്നത്. വിജയകരമായാൽ 100, 200, 500 രൂപ നോട്ടുകളും ഇതേപടി ഇറക്കുന്നതായിരിക്കും. അതേസമയം നോട്ട് നിരോധനം ഉണ്ടാകില്ല. ഘട്ടം ഘട്ടങ്ങളായിട്ട് ഈ നോട്ടിലേക്ക് മാറുന്ന രീതി തന്നെയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് വിവരം. ഈ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ നോട്ട് നിരോധിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്ത വ്യാജമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അത് ശരിയല്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.